വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ചും ആ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള ഗാന്ധി ഇർവിൻ സന്ധിയെക്കുറിച്ചുമാണ്. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച ആദ്യത്തെ ജനകീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1920 മുതൽ 22 വരെ നീണ്ടുനിന്ന നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും സിവിൽ നിയമലംഘന പ്രസ്ഥാനം അഥവാ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയും. അപ്പൊ രണ്ടാമത്തെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ ജനകീയ പ്രക്ഷോഭമാണിത്. അങ്ങനെ ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ, സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയത് ഏത് സമരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തിന്റെ പേര് പറയുമ്പോൾ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധിജി നയിച്ച സമരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? ഉപ്പ് സത്യാഗ്രഹം എന്നാ പറയാം. അങ്ങനെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിന് കുറച്ച് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങള് ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുകയാണ്, ബ്രിട്ടീഷുകാരോട് മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ ആവശ്യങ്ങൾ? നമ്മുടെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കർഷകരുടെ നികുതിയായിരുന്നു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, കൃഷിക്കാർക്ക് എത്രമാത്രം നികുതി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അതായത് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, ആ നികുതി 50% കുറയ്ക്കണം. അപ്പൊ കൃഷിക്കാരുടെ നികുതി 50% ഇളവ് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പിന്റെ നികുതി എടുത്തു കളയണം. ഉപ്പ് നികുതി എടുത്തു കളയണം. കൃഷിക്കാരുടെ നികുതി 50% കുറയ്ക്കണം. പിന്നെ രാഷ്ട്രീയ തടവുകാരെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ തടങ്കലിലാക്കിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ തടവുകാരെ മുഴുവൻ വിട്ടുകിട്ടണം. അപ്പോ ഉപ്പ് നികുതി എടുത്തു കളയണം. അതുപോലെ തന്നെ കർഷകരുടെ നികുതി 50% ഇളവ് ചെയ്യണം. പിന്നെ രാഷ്ട്രീയ തടവുകാരെ വിട്ടുകിട്ടണം. ഇനി അടുത്ത് പറയാണ്, വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അപ്പൊ അവരുടേതിന് നികുതി വർദ്ധിപ്പിക്കാനാ പറയണേ. വിദേശ വസ്തുക്കൾ കുറെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നികുതി കുറയ്ക്കുകയും വിദേശ വസ്തുക്കളുടെ നികുതി കൂട്ടുകയും ചെയ്യണമെന്ന് ഗാന്ധിജി പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് രഹസ്യാന്വേഷണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ, അതായത് നമ്മുടെ നാട്ടിൽ വന്ന് അവർ നമ്മളെ ഭരിച്ച് നമ്മളെ നിരീക്ഷിക്കാനായിട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തെ അപ്പോയിന്റ് ചെയ്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്തൊക്കെയാണ്. ആ പരിപാടി ഇവിടെ പറ്റില്ല. അതായത് ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി രഹസ്യാന്വേഷണ വിഭാഗത്തെ ഏർപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ബ്രിട്ടീഷുകാരെ പിരിച്ചുവിട്ടോളണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിലെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണം. തീരദേശത്ത് കപ്പൽ ഗതാഗതം ആരംഭിക്കണം. തീരദേശത്ത് കപ്പൽ ഗതാഗതം ആരംഭിക്കണം. വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി നമ്മൾ നേരത്തെ പറഞ്ഞു കുറയ്ക്കണം. അതുപോലെ സൈനിക ചെലവും അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ വെട്ടിക്കുറയ്ക്കണം. സൈന്യത്തില് ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ശമ്പളമായിരുന്നു, അതൊക്കെ വെട്ടിക്കുറയ്ക്കണം. ഇതൊക്കെ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ വെച്ച, ബ്രിട്ടീഷുകാരോട് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളായിട്ട് പറയണതാണ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ആവശ്യങ്ങൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തെല്ലാം? ഒന്ന്, കൃഷിക്കാരുടെ നികുതി എങ്ങനെയാക്കണം? 50% കുറയ്ക്കണം. അടുത്തത്, ഉപ്പ് നികുതി പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കണം. അടുത്തത്, വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളുടെ നികുതി കൂട്ടണം. വിദേശ വസ്തുക്കളുടെ നികുതി കൂട്ടിക്കൊള്ളണം. അതുപോലെ തന്നെ കുറെ ആൾക്കാരെ രാഷ്ട്രീയ തടവുകാരെന്ന് പറഞ്ഞിട്ട് ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ തടവുകാരെ മുഴുവൻ വിട്ടുകിട്ടണം. തീരദേശത്ത് കപ്പൽ ഗതാഗതം ആരംഭിക്കണം. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള മദ്യശാലകളൊക്കെ അടച്ചുപൂട്ടുക, അതായത് സമ്പൂർണ്ണ മദ്യ നിരോധനം ഇന്ത്യയിൽ ഏർപ്പെടുത്തണം. ഇനി സൈനികർക്ക് കൊടുക്കുന്ന, സൈന്യത്തിലെ ഉയർന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ശമ്പളമൊക്കെ വെട്ടി കുറയ്ക്കണം. ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ കുറച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തേക്ക് ഏർപ്പെടുത്തിയിട്ട് അവരെയൊക്കെ പിരിച്ചുവിടണം. ഇങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ ഗാന്ധിജി ആരുടെ മുമ്പിൽ വെക്കുകയാണ്? ആരുടെ മുന്നിൽ വെച്ചേക്കണേ? ബ്രിട്ടീഷുകാരുടെ മുന്നിൽ വെച്ചു. ഇനി ഇങ്ങനെ ആവശ്യങ്ങൾ അദ്ദേഹം
നിരത്തി ഇനി എന്ത് ചെയ്തു, ഇതൊക്കെയാണ് എന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് 1930 മാർച്ച് 2-ന് ഗാന്ധിജി ലോർഡ് ഇർവിന് ഞാൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ പോവാണ്. 1930 മാർച്ച് 2-ന് ആൾക്ക് നമ്മുടെ ഇർവിന് ഒരു അറിയിപ്പ് നൽകി. അപ്പൊ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ കുറിച്ച് ഗാന്ധിജി അറിയിപ്പ് നൽകിയത് ആർക്കാണ്? ലോർഡ് ഇർവിനാണ്. അറിയിപ്പ് നൽകിയ ദിവസം എന്നാണ് 1930 മാർച്ച് 2-നാണ്. അങ്ങനെ അറിയിപ്പൊക്കെ നൽകി. ഇതൊക്കെയാണ് എന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു. ഇനി അപ്പോ ഈ ആവശ്യങ്ങൾ ഒക്കെ നിരത്തുന്നതിന് മുന്നേ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ആര് തീരുമാനിക്കുകയാണ്? ഗാന്ധിജി തീരുമാനിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ എന്ത് ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ടെങ്കിലും അതിന് സമ്പൂർണ്ണ പിന്തുണ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്നത്തെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ വേണം. അതിനു വേണ്ടിയിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് 1929 നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസാക്കി. ആ കോൺഗ്രസ് സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ പോവുക എന്നുള്ള ഒരു തീരുമാനം എടുക്കണേ. അങ്ങനെയും കൂടി ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ INC കോൺഫറൻസ് ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഫറൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതാ പറയണ്ടേ? 1929 ലാഹോർ കോൺഫറൻസ് ആണ്. ലാഹോർ INC സമ്മേളനമാണെന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ പറയേണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി നടത്തിയ സമരത്തെ നമ്മൾ വിളിക്കുന്നത് ഉപ്പ് സത്യാഗ്രഹം എന്നാണ്, അല്ലെ? അങ്ങനെ നമ്മൾ പറഞ്ഞു. അങ്ങനെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയോട് കൂടിയിട്ടാണ്. അതായത് ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജി തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ 1930 ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാലും ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെ ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഗാന്ധിജി നമ്മുടെ ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് 385 കിലോമീറ്റർ അല്ലെങ്കിൽ 240 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ എത്ര പേരുണ്ടായിരുന്നു ഗാന്ധിജിയുടെ കൂടെ? 78 അനുയായികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കേട്ടോ. 1930 മാർച്ച് 12-ന് അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. അങ്ങനെ 78 അനുയായികളോടൊപ്പം യാത്ര തിരിക്കുമ്പോൾ ഗാന്ധിജിയുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാര് നെയ്യാറ്റിൻകര C കൃഷ്ണൻ, അതുപോലെ തന്നെ മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ് തുടങ്ങിയവരാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. 78 അനുയായികളോടൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് 385 കിലോമീറ്റർ ദൂരമുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചത് 1930 മാർച്ച് 12-നാണ്. 78 അനുയായികളോടൊപ്പം. ആ യാത്രയാണ് നമ്മൾ ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ആരംഭം എന്നൊക്കെ വിളിക്കണം. അതിലെ ഗാന്ധിജിയോടൊപ്പം നെയ്യാറ്റിൻകര C കൃഷ്ണൻ, അതുപോലെ തന്നെ മായങ്കര ശങ്കരൻ പ്ലസ് ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര തിരിച്ചു അദ്ദേഹം. എന്നിട്ട് ഗാന്ധിജിയും ഗാന്ധിജിയുടെ 78 അനുയായികളും 1930 ഏപ്രിൽ 6-ന് എവിടെ എത്താണ്? ദണ്ഡി കടപ്പുറത്ത് എത്തുകയും 1930 ഏപ്രിൽ 7-ന് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്യുന്നു. അപ്പോ പോന്നത് 1930 മാർച്ച് 12-ന് ഗുജറാത്തിൽ നിന്ന് പോന്നു. ദണ്ഡിയിൽ എത്തിയത് 1930 ഏപ്രിൽ 6-ന്. ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 7-ന്. ഇനി നോക്കുക, നമ്മൾ പറഞ്ഞു 78 അനുയായികൾ ഉണ്ടായിരുന്നു. അനുയായികളിൽ പ്രധാനപ്പെട്ടവരെ പേരൊക്കെ പറഞ്ഞു. നെയ്യാറ്റിൻകര C കൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ഇവരിങ്ങനെ പോകുമ്പോ ഗാന്ധിജിയും അനുയായികളും കൂടി ദണ്ഡി യാത്ര പോകുന്ന സമയത്ത് ഒരു ആലപിച്ചിരുന്ന ഗാനം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഗാനം രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനാണ്. അതാണ്. ആ ഗാനത്തിന് ഈണം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ദിഗംബർ പുലസ്കർ എന്ന് പറയുന്ന ആളാണ് ആ ഗാനത്തിന് ഈണം നൽകിയത് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. അങ്ങനെ ഗാന്ധിജി എന്താ പറയാ, ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. അപ്പോ എന്താണ് ചെയ്യണത്? തെറ്റായിട്ടുള്ള കാര്യമാണ്. ഉപ്പ് നിയമം ആര് ലംഘിക്കുകയാണ്? ഗാന്ധിജി ലംഘിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരില് അന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോ ഗാന്ധിജിക്ക് പകരം ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് ആരാ നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ അബ്ബാസ് തിയാബ്ജിയാണ്. ഗാന്ധിജിയുടെ പകരം നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആരാണ്? അബ്ബാസ് തിയാബ്ജിയാണ്. എന്നാൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് ഗാന്ധിജിയല്ല. ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലിനെയും അറസ്റ്റ് വരിച്ച ആദ്യത്തെ വനിത രുക്മിണി ലക്ഷ്മിപതിയുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് ഗാന്ധിജിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോ അതിന് നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തത് ആരാണ്? അബ്ബാസ് തിയാബ്ജി ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആര് എന്നാണ് ചോദിക്കണേ വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരാ പറയേണ്ടത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് അറസ്റ്റ് വരിച്ച വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുക്മണി ലക്ഷ്മിപതിയാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മള് ഗാന്ധിജിയുടെ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഇറങ്ങുമ്പോൾ ഗാന്ധിജി പറയണ എന്താ വെച്ചാൽ, ഒന്നുകില് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധിജിയുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ, ഇപ്രകാരം ഏത് സമരത്തിന് പോകുന്നതിന് മുമ്പാണ് ഗാന്ധിജി പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ദണ്ഡി യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഗാന്ധിജി പറഞ്ഞ ഒരു വാചകമാണെന്ന് ഓർക്കുക. ഇനി ഗാന്ധിജിയെ നമ്മൾ പറഞ്ഞു സിവിൽ നിയമലംഘന പ്രസ്ഥാനമായിട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ അബ്ബാസ് തിയാബ്ജിയാണ് പകരക്കാരനായത്. അപ്പോൾ ഗാന്ധിജിയെ പാർപ്പിച്ചത് പൂനെയിലെ യർവാദ ജയിലിലാണ്. അതും കൂടി ഓർക്കണം. എവിടെയാണ്? യർവാദ ജയിലിലാണ് ഗാന്ധിജിയെ പാർപ്പിച്ചത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഗാന്ധിജി അറസ്റ്റ് ഒക്കെ വരിച്ചു. ഇനി ഗാന്ധിജിക്ക് ശേഷം അബ്ബാസ് തിയാബ്ജി ഏറ്റെടുത്തു. ഗാന്ധിജിക്ക് മുന്നേ സർദാർ വല്ലഭായ് പട്ടേലിനെയും ലേഡി ആയിട്ടുള്ള രുക്മണി ലക്ഷ്മിപതിയെയും ഒക്കെ അറസ്റ്റ് ചെയ്യണ്ടായി. ഇതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വിചാരിക്കും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് മാത്രമാണോ ഇങ്ങനെ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പ് നിയമം ലംഘിക്കുകയുണ്ടായത്? അല്ല, പല സ്ഥലങ്ങളിലും എന്തുണ്ടായി? ഉപ്പ് നിയമം ലംഘിക്കുകയുണ്ടായി. തമിഴ്നാട്ടില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സി രാജഗോപാലാചാരിയാണ്. ആരാണ്? സി രാജഗോപാലാചാരി. അപ്പൊ തമിഴ്നാട്ടിൽ ആരാണ് നേതൃത്വം നൽകിയത്? തമിഴ്നാട്ടിൽ നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ്. മറക്കാതെ ഓർത്തു വെക്കണം. തമിഴ്നാട്ടിൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. അപ്പോ സി രാജഗോപാലാചാരി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി തുടങ്ങി വേദാരണ്യം വരെ എന്ത് നടത്തി? നമ്മുടെ ഒരു മാർച്ച് നടത്തി. അതിനുശേഷം അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്നും അറിയപ്പെടും. ആരെ? സി രാജഗോപാലാചാരിയെ. അത് ഓർത്തു വയ്ക്കാം. ഇനി കോഴിക്കോട് ഭാഗത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന്, കോഴിക്കോട് ബേപ്പൂർ ഭാഗത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, അദ്ദേഹത്തെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കേണ്ട മുഹമ്മദ് അബ്ദുൾ റഹ്മാനും ഉണ്ടായിരുന്നു. കൂടാതെ പി കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു കോഴിക്കോട് കേട്ടോ. അപ്പൊ കോഴിക്കോട് ആരൊക്കെ ഉണ്ടായിരുന്നേ? മുഹമ്മദ് റഹ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കണു. അതുപോലെ തന്നെ പി കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. കണ്ണൂരില് ആരാണ്? കണ്ണൂരിലെ പയ്യന്നൂർ ആരാണ് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ ആരാണ്? കെ കേളപ്പനാണ്. കണ്ണൂർ ഭാഗത്ത് ആരാണ് നേതൃത്വം നൽകിയത്? കെ കേളപ്പനാണ് കേട്ടോ. ഇനി കേരളത്തില് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് നടത്തിയ നേതാവ്, ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരളത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് നടത്തിയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയും? നമ്മൾ പേര് പറയേണ്ടത് കെ കേളപ്പന്റെ പേരാണ്. ആരാണ്? കെ കേളപ്പന്റെ പേരാണ്. വളരെ പ്രധാനമാണ്. അപ്പോ കെ കേളപ്പൻ അതിർത്തി കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. അപ്പോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ അല്ലെങ്കിൽ പെഷവാറിൽ ഒക്കെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അപ്പോ ഭാരത രത്നം നേടിയ ആദ്യത്തെ വിദേശിയാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹം രൂപീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പേരാണ് ഗുദായ് ഗിൽമത് കാർ. ആരാണ്? എന്താണ്? ഗുദായ് ഗിൽമത് കാർ. എന്താണ് അതിന്റെ മീനിങ്? ദൈവസേവകരുടെ സംഘടന, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി അതറിയപ്പെടും ചുവന്ന കുപ്പായക്കാർ. അപ്പോ നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പെഷവാറിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഭാരതരത്നം നേടിയ ആദ്യ വിദേശിയാണ്. അദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയുടെ പേരാണ് ഗുദായ് ഗിൽമത് കാർ. അതിന്റെ അർത്ഥം എന്താണ്? മീനിങ് എന്താണ്? ദൈവസേവകരുടെ സംഘടന എന്നാണ്. അപരനാമം എന്താണ്? ചുവന്ന കുപ്പായക്കാർ എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയില് കിഴക്കൻ പ്രവിശ്യകളില് നേതൃത്വം നൽകിയത് ആര്? കിഴക്കൻ പ്രവിശ്യകളില് നേതൃത്വം നൽകിയത് ആര്? പ്രത്യേകിച്ച് നാഗാലാൻഡ് ഭാഗങ്ങളിലൊക്കെ നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി ഗെയ്ഡിൻല്യൂ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ആരാണ്? റാണി ഗെയ്ഡിൻല്യൂ. അവരെ വിശേഷിപ്പിക്കുന്നത് നാഗന്മാരുടെ റാണി എന്നാണ്. എന്താണ്? നാഗന്മാരുടെ റാണി എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്?
റാണി ഗെയ്ഡിൻ ലുവിനെ വിശേഷിപ്പിക്കുന്നത് എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഫാക്ട്സ്. ഇതൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രശസ്തമായിട്ടുള്ള ചില കൊട്ടേഷൻസ് ഉണ്ട്. ആ കൊട്ടേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കണം. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ആരാണ് അഭിപ്രായപ്പെട്ടത്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാരെ ജയിലിലടക്കിയുണ്ടായി. ഇപ്പൊ രുക്മണി ലക്ഷ്മിപതി, സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ മഹാത്മാഗാന്ധി, അങ്ങനെ കുറെ ആൾക്കാർ അല്ലെ. അങ്ങനെ ഒരു വ്യക്തിയെ എന്താ പറയാ ജയിലിൽ അടച്ചു. ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹം 43 ദിവസം ഉപവാസം ഇരുന്ന് ജയിലില് മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് പി കുഞ്ഞിരാമൻ അടിയോടി എന്നാണ്. അപ്പൊ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ 43 ദിവസം നിരാഹാരം ഇരുന്ന് മരിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര നേതാവ് ആരാന്ന് ചോദിച്ചാൽ പി കുഞ്ഞിരാമൻ അടിയോടിയാണ്. അദ്ദേഹത്തെ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ്? ബെല്ലാരി ജയിലാണ്. ഏതാണ്? ബെല്ലാരി ജയിലാണ്. അതുപോലെ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ കിൻഡൻ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് ബ്രെയിൽസ്ഫോർഡ് ആണ്. ആരാണ്? ലോർഡ് ബ്രെയിൽസ്ഫോർഡ്. എന്താ പറഞ്ഞേ? ദണ്ഡി യാത്രയെ കിൻഡൻ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു ലോർഡ് ബ്രെയിൽസ്ഫോർഡ്. അതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആണ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആണ്. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് വിളിച്ചത് പി സി റോയി ആണ്. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പി സി റോയി ആണ്. അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അങ്ങനെ കുറെ. പിന്നെ ചായ കോപ്പയിലെ കൊടുങ്കാറ്റ്, ഇത് വലിയ കഥയൊന്നുമില്ല. ഒരു ചെറിയ ചായപാത്രത്തിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റുണ്ടായ എന്തുണ്ടാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് ഇർവിൻ ആണ്. അങ്ങനെ ലോർഡ് ഇർവിൻ അങ്ങനെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തു വെച്ചാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കുറച്ച് ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയും ഈ ബ്രിട്ടീഷുകാർക്ക് ആൾക്കാരുടെ എന്താ പറയാ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമായി. അതായത് ഇന്ത്യക്കാരുടെ മുമ്പിൽ അവർക്ക് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്താനായിട്ട് ആർക്ക് സാധിച്ചില്ല? ബ്രിട്ടീഷുകാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നിർത്തിവെക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ അടിച്ചമർത്താൻ പറ്റിയില്ല. ഗാന്ധിജി അറസ്റ്റ് ചെയ്തു, എല്ലാവരും അറസ്റ്റ് ചെയ്തിട്ടും അടിച്ചമർത്താൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോ ബ്രിട്ടീഷുകാര് നമ്മളോട് ഒരു സന്ധി ചേരുകയാണ്. അങ്ങനെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്താൻ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കാരണമായിട്ടുള്ള സന്ധി 1931 ഗാന്ധി ഇർവിൻ സന്ധിയാണ്. അപ്പൊ ഗാന്ധിയും ലോർഡ് ഇർവിനും ലോർഡ് ഇർവിൻ വലിയ വർത്തമാനമൊക്കെ പറയണ്ടായി, ചായ കൊപ്പയിലെ കൊടുങ്കാറ്റാണെന്നൊക്കെ. പക്ഷെ ഗാന്ധിജിയോട് ഇർവിൻ ഒരു ഉടമ്പടി എഴുതി തയ്യാറാക്കി. ആ ഉടമ്പടി പ്രകാരമാണ് എന്ത് നിർത്തലാക്കിയത്? ഈ നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കിയത്. അങ്ങനെ അപ്പൊ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായിട്ടുള്ള സന്ധി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1931 ഗാന്ധി ഇർവിൻ സന്ധിയാണെന്ന് പറയണം. ഇനി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായെന്ന് പഠിച്ചിട്ട് എന്താണ് ഗാന്ധി ഇർവിൻ സന്ധിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു രാഷ്ട്രീയ അവബോധം ഉടലെടുപ്പിക്കാൻ ആർക്ക് സാധിച്ചു? ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിജിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ലോകത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാരുടെ അന്തസ്സിന് കോട്ടം വരുത്താനും ആർക്ക് സാധിച്ചു? നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് സാധിച്ചു. ഇനി ഇന്ത്യക്കാർക്ക് അധികാരം, രാഷ്ട്രീയപരമായിട്ടുള്ള അധികാര കൈമാറ്റം നടത്തണം, അതിന്റെ ആവശ്യകത ബ്രിട്ടീഷുകാർക്ക് ബോധ്യമാവുകയും ചെയ്തു. ഇനി ഇവർക്ക് അധികാരം കൈമാറിയില്ലെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും എന്നൊരു പൂർണ്ണ ബോധ്യവും ആർക്ക് വന്നു? ബ്രിട്ടീഷുകാർക്ക് വന്നു. ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കാനും, രണ്ടാമത് ബ്രിട്ടീഷുകാരെ ലോക ജനതയ്ക്ക് മുമ്പിൽ നാണം കെടുത്താനും, നമുക്ക് സ്വാതന്ത്ര്യം തരേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കാനും ആർക്ക് സാധിച്ചു? ഗാന്ധിജിക്ക് സാധിക്കുകയുണ്ടായി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ. അങ്ങനെ കോൺഗ്രസിന്റെ എന്താ പറയാ സഹകരണമില്ലാതെ യാതൊരുവിധ തീരുമാനം എടുക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുകാര് ഇത്തിരി സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കണേന്ന് മനസ്സിലായപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കോൺഗ്രസ്സുകാരുടെയും ഗാന്ധിജിയുടെ ഒക്കെ സഹകരണത്തോടു കൂടി ഒരു സന്ധി ഉണ്ടാക്കുകയാണ് 1931. അതിനെയാണ് നമ്മള് ഗാന്ധി ഇർവിൻ സന്ധി എന്ന് പറയുന്നത്. അതായത് ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർബന്ധിതമായതിന്റെ കാരണം എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ സഹകരണമില്ലാതെ യാതൊരു തീരുമാനവും നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എടുക്കാനായിട്ട് സാധിക്കില്ല
സാധിക്കില്ല എന്ന് ആർക്ക് മനസ്സിലായി? ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അങ്ങനെ ഗാന്ധി ഇർവിൻ സന്ധി, ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും തമ്മിൽ 1931 മാർച്ച് 5-ന്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, 1931 മാർച്ച് 5-ന് എന്താ പറയുന്നത്, ഒപ്പിടാണ്. ആ സന്ധിയിൽ കുറച്ച് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതായത് പ്രതിഷേധം പ്രകടിപ്പിച്ചൊക്കെ രാജിവെച്ച ഉദ്യോഗസ്ഥരോട് ഉദാര സമീപനം സ്വീകരിക്കും. മദ്യശാലകൾക്ക് മുമ്പിലും വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മുമ്പിലൊക്കെ വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് പ്രതിഷേധിക്കാം, ബ്രിട്ടീഷുകാർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇന്ത്യക്കാർക്ക് കടലിൽ നിന്ന് നേരിട്ട് ഉപ്പുണ്ടാക്കാം, അതിന് കുഴപ്പമില്ല. അക്രമകാരികൾ ഒഴിച്ചുള്ള രാഷ്ട്രീയ തടവുകാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പിട്ടത് കേട്ടോ. അങ്ങനെ പക്ഷേ ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പിട്ടു എങ്കിലും ദേശീയ നേതാക്കളായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, അവർക്കൊന്നും തന്നെ ഗാന്ധി ഇർവിൻ സന്ധിയോട് തീരെ അഭിപ്രായം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവർ അതിനെ എതിർത്ത് പ്രകടിപ്പിച്ചു. കാരണം എന്തുകൊണ്ടാണെങ്കിൽ പല ദേശീയപരമായിട്ടുള്ള ഇന്ത്യയുടെ ആവശ്യങ്ങളും ആര് പരിഗണിച്ചില്ല? ബ്രിട്ടീഷുകാർ പരിഗണിച്ചില്ല. അതുപോലെ തന്നെ ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു അവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിച്ചേക്കാന്ന് നമുക്കറിയാം അല്ലെ. അവരെ വധശിക്ഷ നടപ്പിലാക്കിയെന്ന് നമുക്കറിയാം. അവരുടെ ജീവപര്യന്തമാക്കണം, വധശിക്ഷ ജീവപര്യന്തമാക്കണം എന്നൊരു ആവശ്യം കൂടി വെച്ചിട്ടുണ്ടായി. പക്ഷെ അത് നടത്തിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ സുഭാഷ് ചന്ദ്രബോസിനും ജവഹർലാൽ നെഹ്റുവിനും ഇതിനോട് എതിർപ്പായിരുന്നു. അപ്പൊ ഗാന്ധി ഇർവിൻ സന്ധിയോട് എതിർത്ത ദേശീയ നേതാക്കൾ സുഭാഷ് ചന്ദ്രബോസും ആരുമായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പക്ഷെ ഗാന്ധി ഇർവിൻ സന്ധി ഗാന്ധിജിയും ഇർവിനും കൂടി 1931 മാർച്ച് 5-ന് ഒപ്പിടുകയാണ്. അങ്ങനെ താൽക്കാലികമായിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. അങ്ങനെ ഗാന്ധിജി ഇർവിനും തമ്മിൽ ഒപ്പിട്ട ഈ ഉടമ്പടിക്ക് ഗാന്ധി ഇർവിൻ സന്ധിക്ക് പകരം എന്തും കൂടിയും അറിയപ്പെടും, ഡൽഹി ഉടമ്പടി എന്നുകൂടി അറിയപ്പെടും. എങ്ങനെയാണ്, എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡൽഹി ഉടമ്പടി. അങ്ങനെ കോൺഗ്രസ് ഔദ്യോഗികപരമായിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം മാർച്ച് മാസത്തിൽ 1934 മാർച്ചില് പൂർണ്ണമായിട്ടും അവസാനം. 31-ന് ഗാന്ധി ഇർവിൻ സന്ധി നടത്തിയെങ്കിലും ഔദ്യോഗികമായിട്ട് കോൺഗ്രസ്സുകാര് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത് 1934-ലാണ്. അപ്പൊ ഇത്രയാണ് ഗാന്ധിജിയുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അത് അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഗാന്ധി ഇർവിൻ സന്ധിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു മോഡേൺ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.